Dear students, very good morning all. Once more all are welcome to Business Management new video classroom. In this video, we are going to discuss theories of motivation. There are large number of theories of motivation, but today we are going to discuss only Maslow's needs hierarchy theory. Then what are the different stages involved in Maslow's needs hierarchy theory according to Abraham Maslow? Yes, Maslow's need hierarchy theory. This theory introduced by Abraham Harold Maslow. Abraham Harold Maslow. Abraham ഹറോൾഡ് മാസ്ലോ ആണ് എന്ത് ചെയ്തത് ഈ തിയറീസ് പ്രൊപ്പൗണ്ട് ചെയ്തത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിമ്പിൾ ആൻഡ് വൈഡ്ലി യൂസ്ഡ് മോട്ടിവേഷൻ തിയറി. വളരെ സിമ്പിളൈസ്ഡ് ആയിട്ട് നീഡ് എന്ന് പറയുന്ന ഒരു ഫാക്റ്റിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് മോട്ടിവേഷൻസിൻ്റെ തിയറീസ് ഡെവലപ്പ് ചെയ്തതാണ് മാസ്ലോസ് ചെയ്തിരിക്കുന്നത്. It is the most simple and widely accepted theory. Then Maslow's theory based on certain prepositions. ഓരോ നീഡ്സും അക്വയർ ചെയ്യുന്നത് ഓരോ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എന്നുള്ള ഒരു അസംഷൻസിന്റെ ബേസിലാണ് മാസ്ലോസ് ഈ ഒരു മോട്ടിവേഷൻ തിയറി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. The wants of human beings are unlimited. ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെയും നീഡ് എന്ത് ചെയ്യുന്നില്ല, എൻഡ് ചെയ്യുന്നില്ല. അതൊരു അൺലിമിറ്റഡ് ഫാക്ടറാണ്. ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അടുത്തൊരു നീഡ് ആ ഒരു കറക്റ്റ് ലൊക്കേഷനിൽ ഓക്യുപ്പൈ ചെയ്യുന്നു. ദെൻ ഓൺലി നീഡ്സ് വിച്ച് ആർ നോട്ട് യെറ്റ് സാറ്റിസ്ഫൈഡ് ഇൻഫ്ലുവൻസ് ദ ഹ്യൂമൻ ബിഹേവിയർ. അപ്പോൾ ഓരോ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. ദെൻ സോ ആൻഡ് അൺസാറ്റിസ്ഫൈഡ് നീഡ്സ് ആക്ട് ആസ് എ മോട്ടിവേറ്റർ. ഒരു അൺസാറ്റിസ്ഫൈഡ് നീഡ് അറൈസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വേണം, ഒരു മോട്ടിവേറ്റർ ആവശ്യമുണ്ടാകും. അപ്പോഴാണ് മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ദ നീഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഇമ്പോർട്ടൻസിൻ്റെ അത് മീൻസ് ഒരു നീഡ്സ് സ്റ്റാർട്ടിങ് സ്റ്റേജസിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ അതിൻ്റെ അറ്റ്മോസ്റ്റ് ലെവലിൽ എത്തുമ്പോൾ അങ്ങനെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആ ഒരു ഇമ്പോർട്ടൻസിൻ്റെ ഓർഡർ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്തരത്തിലുള്ള നീഡ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഓരോ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും ബർത്ത് ടു ഡെത്ത് വരെയുള്ള ഓരോരുത്തരുടെയും നീഡ്സ് ദാറ്റ് മീൻസ് അത് ചൈൽഡ്ഹുഡ് ആയിരിക്കുമ്പോൾ, ഒരു ടീനേജ് പീരിയഡിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക സാലറൈസ്ഡ് പേഴ്സണായിട്ട് എനാക്ട് ചെയ്യുമ്പോൾ, ഒരു മാരീഡ് പേഴ്സൺ ആയിരിക്കുമ്പോൾ, ദെൻ ഒരു ഓൾഡ് മാൻ ആകുമ്പോൾ, അത്ര ഓരോ സ്റ്റേജസ് കടന്നു വരുമ്പോൾ ആ ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന നീഡ്സിൻ്റെ ഡിഫറെൻറ്റ് വേസിലായിരിക്കും. അപ്പോൾ ആ ഒരു നീഡ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്, അത് ഓരോ പൊസിഷൻ കൺസിഡർ ചെയ്തുകൊണ്ട് നീഡ്സിന് മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ആസ് സൂൺ ആസ് ലോവർ നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ് ദ നെക്സ്റ്റ് ഹയർ ലെവൽ നീഡ് എമേർജ് ആൻഡ് ഡിമാൻഡ് സാറ്റിസ്ഫാക്ഷൻ. ഒരു ലോവർ ലെവലിലുള്ള ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇൻമാറ്റ് ആയിട്ടുള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജസിലുള്ള നീഡ്സ് അറൈവ്ഡ് ആവുന്നു. അപ്പോൾ ആ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്തു പോകുന്നു. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ നീഡ്സ് എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. അതിങ്ങനെ എന്താ പറയുക സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു, നെക്സ്റ്റ് നീഡ്സ് അറൈസ് ചെയ്യുന്നു, നെക്സ്റ്റ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു, ദെൻ നെക്സ്റ്റ് നീഡ്സ് അറൈസ് ചെയ്യുന്നു. ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എവിടെയെങ്കിലും നീഡ്സ് അൺസാറ്റിസ്ഫൈഡ് ആകുന്ന സമയം അവിടെ എന്ത് ചെയ്യുന്നു, മോട്ടിവേറ്ററിൻ്റെ റോള് കടന്നു വരുന്നു. അപ്പോൾ മോട്ടിവേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സോ ആ നീഡ്സ് എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്തു പോകുന്നു. Then in the case of a multinational company, the human resource managers' duty or responsibilities to lift employees from lower level needs to higher level needs.
ഒരു കമ്പനിയെ കൺസിഡർ ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവിടെയുള്ള സബോർഡിനേറ്റ്സിൻ്റെ ലോവർ ലെവൽ നീഡ്സിൽ നിന്നും ഹയർ ലെവൽ നീഡ്സിലേക്ക് അവരെ സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുപോവുക. ബേസിക്കലി നീഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. നീഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു. നീഡ്സിനെ 2 ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യും. ടൈപ്സ്. ദാറ്റ് ഈസ് primary needs, then second one secondary needs. Primary needs and secondary needs or collateral needs. Primary, secondary or collateral needs. Then what is primary needs? Primary needs are basic innate physiological needs. ഓക്കെ, അപ്പോൾ പ്രൈമറി നീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻമാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ആയിട്ടുള്ള, ദാറ്റ് മീൻസ് ദ സർവൈവൽ ഓർ ദ പ്രിസർവേഷൻ ഓഫ് ദ ലൈഫ് ഓഫ് എ ഹ്യൂമൻ ബീങ്സ്. ഒരു ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫിലെ സർവൈവല് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിസർവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള നീഡ്സ് ആവശ്യമായി വരുന്നത്. ദാറ്റ് മീൻസ് ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞു ഫുഡ്, അതുപോലെ ഷെൽട്ടർ, then cloth, then education, then sex, etc. ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ഓരോ ഹ്യൂമൻ ബീങ്സിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നീഡ്സാണ് ഇതൊക്കെ. ദാറ്റ് മീൻസ് ഫുഡ്, അത് ലക്ഷറി ടൈപ്പിലുള്ള ആളായിരുന്നാലും ആവറേജ് ലെവലിലുള്ള ആളായിരുന്നാലും ബിലോ ആവറേജ് ആയിരുന്നാലും ഹംഗ്രി വരുന്ന സമയത്ത് എല്ലാവർക്കും എന്ത് വേണ്ടി വരും, ഈ ഫുഡ് ആവശ്യം. ദെൻ ക്ലോത്ത്, ദെൻ അതുപോലെ സെക്സ്, ദെൻ എഡ്യൂക്കേഷൻ, ദെൻ ഷെൽട്ടർ. ഇതൊക്കെ എന്താണ്, ഓക്സിജൻ. ഈ പറയുന്ന ഇവൻ്റെ ഒക്കെ എല്ലാ ആളുകൾക്കും, ദാറ്റ് മീൻസ് ഓരോ ഹ്യൂമൻ ബീങ്സിനും കോമൺ ആയിട്ടുള്ള ഇവൻ്റാണ്. അതിനെയാണ് പ്രൈമറി നീഡ്സ് എന്ന് പറയുക, അഥവാ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദോസ് നീഡ്സ് വിച്ച് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സർവൈവൽ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ലൈഫ്. ഓരോ ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫിൻ്റെ സർവൈവലിന് അല്ലെങ്കിൽ പ്രിസർവേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന നീഡ്സ് അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അക്കംപ്ലിഷ് ചെയ്യുന്നതിൻ്റെ നീഡ്സിനെയാണ് പ്രൈമറി നീഡ്സ് എന്ന് പറയും. ദീസ് നീഡ്സ് ആർ യൂണിവേഴ്സൽ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് വെരി കോമൺ. എല്ലായിടത്തും എവിടെ ചെന്ന് നോക്കിയാലും ഏത് മേഖലയിലുള്ള ആളുകളായിരുന്നാലും ഇതെന്താണ്, വളരെ യൂണിവേഴ്സൽ ആയിട്ട് എല്ലായിടത്തും ഒരുപോലെ ഈക്വലൈസ് ചെയ്യുന്ന നീഡ്സാണ്. ദാറ്റ് മീൻസ് everyone felt it. Then the intensity of these needs vary from individual to individual. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ആവശ്യകത എന്ന് പറയുന്നത് ആളുകൾക്കനുസരിച്ച് കൊണ്ട് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇപ്പോൾ ഫുഡ്, അതുപോലെ ഷെൽട്ടർ, ഈ പറയുന്ന സാധനങ്ങളൊക്കെ ആളുകൾ ഉണ്ടാക്കുന്ന രീതി അല്ലെങ്കിൽ ആളുകൾ കഴിക്കുന്ന രീതി അല്ലെങ്കിൽ അവരുടെ ആവശ്യം ഉണ്ടാകുന്ന രീതി ഇത് വ്യത്യസ്തമായിരിക്കും. പക്ഷെ എല്ലാവർക്കും എന്ത് വേണം, ഈ ഒരു ഐറ്റം ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, ഫുഡ്, വാട്ടർ, അതുപോലെ ഷെൽട്ടർ, ദെൻ ഓക്സിജൻ, സെക്സ്, സ്ലീപ്പ്, ക്ലോത്തിങ്, എക്സെട്ര. ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ട് ഏതാണ്, സെക്കൻഡറി നീഡ്സ് ഓർ കൊളാറ്ററൽ നീഡ്സ് എന്ന് പറയും. അപ്പോൾ എന്താണ് സെക്കൻഡറി നീഡ്സ് അല്ലെങ്കിൽ കൊളാറ്ററൽ നീഡ്സ് എന്ന് പറയുന്നത്? ദീസ് ആർ ദോസ് നീഡ്സ് വിച്ച് ആർ റിലേറ്റഡ് ടു മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ദാറ്റ് മീൻസ് ഒരാളുടെ ആത്മാവിന് അല്ലെങ്കിൽ ഒരാളിൻ്റെ അഭിമാനത്തിന് അല്ലെങ്കിൽ അയാളുടെ മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഏത്, സെക്കൻഡറി നീഡ്സ് എന്ന് പറയുന്നത്. അയാളുടെ ആത്മാഭിമാനം അല്ലെങ്കിൽ അയാളുടെ ഒരു മൈൻഡ് ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന നീഡ്സാണ് സെക്കൻഡറി ഓർ കൊളാറ്ററൽ. അപ്പോൾ ബേസിക് നീഡ്സ് അക്വയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പാർട്ടായിട്ട് കടന്നു വരുന്നതാണ് ഈ പറയുന്ന സെക്കൻഡറി ഓർ collateral needs എന്ന് പറയുന്നത്. These needs are developed an individual when he becomes matured or old. അതായത് ഒരു ഇൻഡിവിജ്വല് അയാൾ സ്വമേധയാ തീരുമാനമെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ആ ഒരു പ്രാപ്തിയിലെത്തുമ്പോഴാണ് സെക്കൻഡറി നീഡ്സ് അറൈവ് ആവുന്നത്. ബാക്കിയുള്ളതൊക്കെ ബേസിക് എന്ന് പറഞ്ഞാൽ വെള്ളം, അത് ചെറുതായാലും വലുതായിരുന്നാലും ഏത് പ്രായത്തിലായിരുന്നാലും ജീവൻ ഉണ്ടെങ്കിൽ എന്ത് വേണം, വാട്ടർ ഉപയോഗിക്കണം, അതുപോലെ ഫുഡ് ഉപയോഗിക്കണം, അതുപോലെ ഷെൽട്ടർ വേണം, ക്ലോത്ത് വേണം, എക്സെട്ര. ഇത് ഏത് ടൈമിലായാലും. പക്ഷെ ചില വ്യക്തികൾക്ക് അവരുടെ ഒരു പെർട്ടിക്കുലർ ലെവലിൽ എത്തുന്ന സമയം ആവശ്യമുള്ള നീഡ്സിനെയാണ് എന്ന് പറയുക സെക്കൻഡറി അഥവാ കൊളാറ്ററൽ നീഡ്സ് എന്ന് ട്രീറ്റ് ചെയ്തു പോകും. ദാറ്റ് മീൻസ്
സെൽഫ് എസ്റ്റീം, അസേർഷൻ ഉണ്ടാവുക, അതുപോലെ സെൻസ് ഓഫ് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അക്വയർ ചെയ്ത് പോവുക. ഇതൊക്കെയാണ് എന്ന് പറയുന്നത് സെക്കൻഡറി നീഡ്സ് എന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ദെൻ മാസ്ലോസിൻ്റെ നീഡ്സ് പ്രകാരം അല്ലെങ്കിൽ മാസ്ലോസിൻ്റെ മോട്ടിവേഷൻ തിയറീസ് പ്രകാരം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസംഷൻസ് എന്ന് പറയുന്നത് നീഡ്സിനെ 5 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കും. ദാറ്റ് മീൻസ് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് ഫസ്റ്റ് വൺ. ഫിസിയോളജിക്കൽ ഓർ ബേസിക് നീഡ്സ്. Then safety needs, social needs, self-esteem needs and self-actualization needs. ഒരു ബേസിക് നീഡ്സ് ഓരോ ഇൻഡിവിജ്വൽസും അക്വയർ ചെയ്യുന്നു. അപ്പോൾ ആ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ്സിന്റെ നെക്സ്റ്റ് നീഡ് എന്ന് പറയുന്നത് സേഫ്റ്റി നീഡാണ്. സേഫ്റ്റി നീഡ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സോഷ്യൽ നീഡ്സ് ആയി, അതായത് സൊസൈറ്റിയിലുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയും. ദെൻ സെൽഫ് എസ്റ്റീം. അപ്പോൾ ആ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള റെക്കഗ്നീഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷൻ അക്വയർ ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു യൂണിറ്റിന് എത്താവുന്നതിൻ്റെ അറ്റ്മോസ്റ്റ് ലെവലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ദെൻ ഫിസിയോളജിക്കൽ ഓർ ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ ഇസ് ദ മോസ്റ്റ് ബേസിക് ആൻഡ് പവർഫുൾ ആൻഡ് ഒബീവിയസ് ഓഫ് ഓൾ ഹ്യൂമൻ നീഡ്സ്. അപ്പോൾ ഏതൊരു ഇൻഡിവിജ്വൽസിനും ഉണ്ടാകുന്ന നീഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രൈമറി നീഡ്സ് ആണ് ഏതിൽ വരുന്നത്? ഈ പറയുന്ന ഫിസിയോളജിക്കൽ നീഡ്സ് അഥവാ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. ഓരോ ഇൻഡിവിജ്വലിനും ഫുഡ് വേണം, വാട്ടർ വേണം, ഷെൽട്ടർ വേണം, ക്ലോത്ത് വേണം, സെക്സ് വേണം, ഓക്സിജൻ വേണം, എക്സെട്ര. അപ്പോൾ ഈ പറയുന്ന ഓരോ ഇവന്റും ഓരോ ഇൻഡിവിജ്വൽസിനും എന്തുണ്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നീഡ്സ് ആണ് ഓരോ ഇൻഡിവിജ്വൽസിനും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മാസ്ലോസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമത് പറയുന്നത് എന്താണ്? ഏതൊരു ഇൻഡിവിജ്വൽ ആണോ ഫിസിയോളജിക്കൽ നീഡ്സ് അഥവാ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളത്, അയാളുടെ മൈൻഡിൽ ഉരുത്തിരിയുന്ന സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന നീഡ്സ് സേഫ്റ്റി നീഡ്സ് ആണ്. ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്കിനൊരു പ്രൊട്ടക്ഷൻ വേണം. സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കുകയാണെങ്കിൽ സൊസൈറ്റിയിൽ ഒരു പ്രൊട്ടക്ഷൻ വേണം. അപ്പോൾ ഒരു ഓൾഡ് ഏജ് ആയിട്ടുള്ള പീരീഡാക്കി വരുന്നുണ്ടെങ്കിൽ ആ ഓൾഡ് ഏജിൽ ഒരു പ്രൊട്ടക്ഷൻ വേണം. അതാണ് ഒരു സേഫ്റ്റി നീഡ്സ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഫാക്ട് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് അക്വയർ കിട്ടേണ്ടത് എന്താണ്? സേഫ്റ്റിയാണ്. That means once physiological needs are met, another set of motive arise. Motive means inspirations or any needs or any wants or any desires, etc. Okay, then next motives are or a set of motive arises. These needs motives are termed as safety or security needs. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സ് എന്ന് സ്പെസിഫൈ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത്. Okay, then it acts as a motivator. Safety needs improve protection from physical harm. അപ്പോൾ ഭൗതികപരമായിട്ടുള്ള ഫാക്ടറിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. ദെൻ ഇൽ ഹെൽത്ത്, അല്ല ഒരു ആരോഗ്യത്തിന് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയിരിക്കണം. ദെൻ ഇക്കണോമിക് ഡിസാസ്റ്റർ, അപ്പോൾ സാമ്പത്തികപരമായിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ജോബിൻ്റെ കേസിൽ അല്ലെങ്കിൽ അയാളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും പരിക്കുകളിൽ നിന്നുള്ള എന്ത് വേണം? പ്രൊട്ടക്ഷന് ഓരോ ഇൻഡിവിജ്വൽസിനും ആവശ്യമായിട്ട് വരും. ഓക്കെ, as an organization is concerned, security needs of an employee comprises job security, that means increase in salary, safe working condition, then unionization, etc. അതായത് അയാൾ ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്നവരെ നമുക്കൊരു ജോലി കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തായിരിക്കണം? റീടെൻഷൻ ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോൾ അവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസ് ഓക്കെ ആവണം, നല്ല സാലറി പാക്കേജ് അതിനകത്ത് ഉണ്ടായിരിക്കണം, അതുപോലെ ഒരു യൂണിയനൈസേഷൻ ഉണ്ടാകണം, ഒരു യൂണിയനിലെ അംഗമാവണം. അപ്പോൾ ഒരു യൂണിയൻ അംഗമായാൽ എന്തായിരിക്കും? ഒരു ഇൻഡിവിജ്വൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നതും ഒരു യൂണിയൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ പോയിട്ട് ഒത്തിരി ആളുകൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു യൂണിയനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷനാണ്, സാലറി ഇൻക്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷനാണ്, പ്രൊമോഷൻ ഒരു പ്രൊട്ടക്ഷനാണ്, ദെൻ ആ പറയുന്ന എമൗണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നതും ഒരു പ്രൊട്ടക്ഷനാണ്. ഓക്കെ, അപ്പോൾ അവിടെ സേഫ്റ്റി നീഡ്സ് എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു.
തേർഡ് സ്റ്റേജിൽ എന്താ പറയുന്നത്? സോഷ്യൽ നീഡ്സ്. ഇപ്പൊ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിച്ചില്ല. ദാറ്റ് മീൻസ് ബിലോങ്ങിങ് ഓർ ലവ് നീഡ്സ്. ഇപ്പൊ ലവ് ആൻഡ് അഫെക്ഷൻ. ഇപ്പോൾ ബിലോങ്ങിങ്സ്, ആരുടെയൊക്കെയോ കരുതലുകളുണ്ട്, അല്ലെങ്കിൽ ആരുടെയൊക്കെയോ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഒരു കരുണ, അല്ലെങ്കിൽ ഒരു ദയ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ആണ് ഓരോ ആളുകളും ആഗ്രഹിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് എന്ന രീതിയിൽ ഈ സ്റ്റുഡൻറ് ഹയർ സ്റ്റഡീസിന് പഠിക്കുന്നു, ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തു, അയാൾ എന്ത് ചെയ്തു? ഹയർ സ്റ്റഡീസിന് പഠിക്കുന്നു. അപ്പോൾ ഹയർ സ്റ്റഡീസിന് പഠിച്ചു കഴിഞ്ഞു, അയാൾക്ക് എന്തായി? ഒരു ജോബായി. അപ്പോൾ ജോബായി കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി വേണം. അപ്പോൾ ആ ജോബ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ തരക്കേടില്ലാത്ത സാലറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ലവ് ആൻഡ് അഫെക്ഷൻ ആണ് അക്വയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് പറയുമ്പോൾ കാത്തിരിക്കാൻ, അല്ലെങ്കിൽ ഒരാൾക്ക് കാവലായി നിൽക്കാനുള്ള ആ ഒരു സ്റ്റേജിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്നുള്ളതാണ്. ദിസ് തേർഡ് ലെവൽ നീഡ്സ്, the needs arises when physiological and safety needs are satisfied. An individual he motivated in this level wants to receive or give affection or love with others. These needs mainly include the need for conversation, then sociability, then exchange of feeling and grievances, then recognition and belongingness. അപ്പോൾ ഒരുപാട് എന്താ പറയുക, പരിഗണന കിട്ടുക, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, ആളുകളിൽ നിന്ന് ഒരു താങ്ങായിട്ട് അല്ലെങ്കിൽ തണലായിട്ട് മാറാനുള്ള, അല്ലെങ്കിൽ പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ഓവർകം ചെയ്യുവാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എന്തുണ്ടായിരിക്കണം? അവൈലബിൾ ആയിരിക്കണം. ഇതാണ് സോഷ്യൽ നീഡ്സിൽ വരുന്നത്. ഇൻ ദ ഓർഗനൈസേഷൻ കോണ്ടെക്സ്റ്റ്, social needs comprises need for compatible work group, poor acceptance, professional friendship and friendly supervision. ഓക്കെ, അപ്പോൾ നല്ല ഒരു സൂപ്പർവിഷന്, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് കണ്ടീഷൻസ്, ഒരു ഫ്രണ്ട്ലി എൻവയോൺമെന്റ് വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ എവിടെ ഉണ്ടായിരിക്കണം? ഒരു ഓർഗനൈസേഷനിൽ. ഒരു ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. അതുപോലെ ഒരു കമ്പനിയിലെ സ്റ്റാഫ് എന്ന രീതിയിൽ ഒരു വർക്ക് ഗ്രൂപ്പ്, ഒരു ഫ്രണ്ട്ലി വർക്ക് ഗ്രൂപ്പ്, ഒരു ഫ്രണ്ട്ലി സൂപ്പർവിഷൻ കൺട്രോൾ എന്ന് പറയുന്ന അസംഷൻസും ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇത് സോഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത്. നാലാമത്തെ ഫാക്ടാണ് ഇത് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. Esteem needs are the next type of needs in the Maslow's hierarchy. Then he classified esteem needs into two categories: self-esteem, public esteem. അപ്പോൾ എസ്റ്റീം നീഡ്സിനെ രണ്ടായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഒന്ന് സെൽഫായിട്ട് എസ്റ്റീം ചെയ്യുന്നു, രണ്ടാമത്തത് പബ്ലിക് എസ്റ്റീമാണ്. Then what is self-esteem? Self-esteem means esteem in the eyes of self. That is, a person feel that he is doing something worthwhile. That means ഏതെങ്കിലും ഒരു ഫാക്ട് എന്ത് ചെയ്യുന്നു, ഒരാൾ സ്വയമായിട്ട് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. Then it includes reserve for competence, then confidence, personal strength, adequacy, then achievement, independence and freedom. ഓക്കെ, അപ്പോൾ ഒരു വളരെ സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, കോമ്പീറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് അക്വയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ്, അതായത് ഒരു എന്താ പറയുക സക്സസ് ഉണ്ടാക്കിയെടുക്കുന്നു. അതുപോലെ then adequacy, then personal strength, confidence, competence, ഈ പറയുന്ന സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കലാണ് സെൽഫ് എസ്റ്റീം നേടിയെടുത്തു എന്ന് പറയുന്നത്. Then public esteem or esteem from others include prestige, recognition, appreciations, etc. ഓക്കെ, അപ്പോൾ പബ്ലിക്കിന്റെ ഭാഗത്ത് നമ്മൾ സ്വമേധയാ സാറ്റിസ്ഫൈഡ് ആവുക എന്ന് പറയുന്നതാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക, ഒരു വർക്ക് ചെയ്യുക, ദെൻ കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുക, പേഴ്സണൽ സ്ട്രെങ്ത് ഉണ്ടാവുക, അഡ്വക്കസി ഉണ്ടാവുക എന്ന് പറയുന്നത് സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതേസമയത്ത് പബ്ലിക് എസ്റ്റീം എന്ന് പറഞ്ഞാൽ എസ്റ്റീംസ് ഓർ റെക്കഗ്നീഷൻ ഓർ അപ്രീസിയേഷൻ ഓർ സാറ്റിസ്ഫാക്ഷൻ ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ അക്വയർ ചെയ്ത് പോകുന്നതാണ് ഇത് പബ്ലിക് എസ്റ്റീം എന്ന് ട്രീറ്റ് ചെയ്യുന്നു. Then, as an organization is concerned, self-esteem is related to job title, then merit pay, then poor recognition, responsibility, etc. Then, to fulfill self-esteem needs, management provides challenge, work assignment, personal encouragement, etc. to employees. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സ്ട്രെയ്റ്റ്സ് അയാൾക്കുണ്ട്, അല്ലെങ്കിൽ ഒരു സ്കില്ല് ഉണ്ടെന്ന് കാണുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതിൽ വരുന്നത് സെൽഫ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്.
Okay, the last one is self actualization needs. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു ഇൻഡിവിജ്വലിനെ എത്താവുന്നതിൻ്റെ അറ്റ്മോസ്റ്റ് ലെവൽ. then the last part, then കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്കും എന്താണ്, കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനി ആഗ്രഹിച്ചിട്ടുള്ള അറ്റ്മോസ്റ്റ് അല്ലെങ്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്ത് പോകലാണ് ഏത് ഈ പറയുന്ന ലാസ്റ്റ് പാർട്ടായ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. Then if the above four needs are satisfied, self-actualization needs arises. That means physiological needs, safety needs, social needs, then self-esteem needs, and the self-actualization needs are arises. Then according to Maslow, self-actualization is the desire to become everything that one is capable of becoming. That means ഒരാൾക്ക് എത്താവുന്നതിൻ്റെ മാക്സിമം ലെവൽ അല്ലെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ചുള്ള ആ കമ്പനിക്ക് ടാർഗറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ മാക്സിമം കണ്ടീഷൻ എന്താണ്? The person who has achieved the highest level process towards full use and exploitation of his talent, capability, capacity, skill, knowledge, potentiality, etc. That means അയാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതിൻ്റെ അയാളുടെ മാക്സിമം പവർ ആവാം, അയാളുടെ കറേജ് ആവാം, എബിലിറ്റി ആവാം, സ്കില്ലാവാം, ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അക്വയർ ചെയ്യുന്നതിൻ്റെ മാക്സിമം ലെവലിനെയാണ് എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മാസ്ലോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ചെടുക്കുമ്പോൾ ആ കമ്പനീൻ്റെ ലോവർ ലെവൽ നീഡ്സ് ടു ഹയർ ലെവൽ നീഡ്സിലേക്കാണ് ഓരോരുത്തരുടെയും നീഡ്സ് കയറി പോകുന്നത് എന്നാണ് മാസ്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാസ്ലോ ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ്, ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന ഇമ്പോർട്ടൻസിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ബേസിക് ആയിട്ടുള്ള ഫാക്ട്, ദെൻ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജാണ് ഈ ബേസിക് സാധനത്തിന് സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത്. സേഫ്റ്റി ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ലവ് അല്ലെങ്കിൽ അഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ബിലോങ്ങിങ്സ് മറ്റുള്ളവരോട് തോന്നുന്നു എന്നുള്ളതാണ്. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ സെൽഫായിട്ടും പബ്ലിക്കിൽ നിന്നും കിട്ടുന്ന ഒരു സ്പെസിഫിക് സ്കില്ലിനെയാണ് സെൽഫ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ പൊട്ടൻഷ്യാലിറ്റി അല്ലെങ്കിൽ അയാളുടെ സ്കില്ല്, അയാളുടെ നോളജ്, അയാളുടെ കപ്പാസിറ്റി ഇത് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ അക്വയർ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ലെവൽ. അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് നീഡ്സ് കയറി പോകുന്നത് എന്നാണ് ആര് പറയുന്നത്? എബ്രഹാം ഹറോൾഡ് മാസ്ലോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈസ് ഇറ്റ് ക്ലിയർ? താങ്ക് യു.